അല്ല കേസ് ഇപ്പം ഞങ്ങളിന്ന് തള്ളിപ്പടിച്ചുകൊണ്ട് അങ്ങോട്ടാണ് പോയെന്ന് വെച്ചാൽ നമ്മുടെ ആ കൊല്ലത്ത് ആശ്രാമത്തെ ഒരു ഫെസ്റ്റ് അടപ്പുണ്ട്, അങ്ങോട്ട് പോവാണ് ഗൈസ്. അങ്ങനെ ഞാനും ഉമ്മി ഇക്കായും കൂടി അങ്ങോട്ട് കാണാനായിട്ട് ഇറങ്ങി. അവിടെ വെണ്ടക്കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യസ് നമ്പർ 1 ലാർജസ്റ്റ് 360 റിയാലിറ്റി ഷോ. എന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടെ. അങ്ങനെ ഞങ്ങൾ 100 രൂപ എടുത്ത് 3 ടിക്കറ്റ് 300 രൂപയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ അകത്തോട്ട് പ്രവേശിച്ച് ഗൈസ്. അത് കണ്ട് ഞങ്ങൾ നെറ്റി ഗൈസ്. അത് കേട്ടാൽ നിങ്ങൾ നെറ്റും ഗൈസ്. കുറേ കിളികളും കുറേ കോഴികളും മാത്രമേ ഉള്ളായിരുന്നു ഗൈസ്. ഞാൻ പിന്നെ വേണ്ടിക്ക് അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പറയാം എനിക്കൊരു ഫോട്ടോ ഒക്കെ എടുത്താടെന്ന് പറയുന്നുണ്ട്. ഓന്തിനെ കണ്ട് ഗൈസ്. ഓന്തിനെ കണ്ടപ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ സന്തോഷം എൻ്റെ പൊന്നു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗൈസ്. പിന്നെ നോക്കിയപ്പോൾ ചേച്ചിയുടെ പാമ്പിനൊക്കെ കരുത്തിയിട്ടിട്ട് 1 മാസം കാണിക്കുന്നതിന് ഞാനാണെങ്കിൽ വേണമെങ്കിൽ ഇടാമെന്ന് വെച്ചപ്പോൾ 50 രൂപ കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ വേണ്ടാന്ന് വെച്ച് ഗൈസ്. പിന്നെ കുറേ മീനെയൊക്കെ കണ്ട്. പിന്നെ ഈ മുട്ട പോലെ ഇരിക്കുന്ന സാധനത്തിനകത്തൊക്കെ ഓരോ തെള്ളായിരുന്നെന്നറിയുന്നു. ഇന്ന് മനുഷ്യൻ ഉറങ്ങിപ്പോയില്ലെന്നേ ഉള്ളൂ ഗൈസ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ കിട്ടി കഴിയുമ്പോൾ ഇവിടെ 3 പേരും കൂടി തള്ളിപ്പടിച്ച് അങ്ങോട്ട് ഓടിയിട്ട് ചെരുപ്പ് ഊരിടണം തോന്നുന്നു. അങ്ങനെ കിട്ടിയ സ്ഥലത്ത് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഞങ്ങൾ ലാസ്റ്റ് അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരു ഗാലക്സി കയറിയ കണക്ക് ചുറ്റും നോക്കിയിട്ടൊന്നും കാണാൻ എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫോണൊക്കെ എടുത്ത് കൂൾനെസ്സൊക്കെ വാരി വിതറി. എൻ്റെ മദറാണെങ്കിൽ അവിടെ കിടന്നിട്ട് കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. എന്നെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞത് വീണ്ടും കൈ പൊക്കി കാണിക്കുന്നു. ഇപ്പോൾ വീണ്ടും എന്താ ചെയ്യാനാ നോക്കി. എന്നിട്ട് അവസാനം എന്ന് വെച്ചാൽ പരിപാടി തുടങ്ങി. കണ്ടിട്ട് വലിയ രസമൊന്നും ഇല്ലായിരുന്നു. ആരൊക്കെ ബോട്ടി അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് കുറേ പേര് അങ്ങോട്ട് വന്ന് കൂവുന്നു എടുക്കുന്നു. എൻ്റെ പൊന്നോ, അവസാനം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. പക്ഷേ ഞങ്ങളേറ്റവും ആദ്യം കയറുകൊണ്ട് ഞങ്ങളേറ്റവും ലാസ്റ്റാണ് ഗൈസ് ഇറങ്ങിയത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിൽ പോയി ഞങ്ങൾ അലുവയും മിഠായും എല്ലാം വാങ്ങിയോ എന്ന് വെച്ചാൽ വാങ്ങിയിലെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നടന്നങ്ങ് തിരിച്ച് പോയി ഗൈസ്. പിന്നെ ബുക്ക് സ്റ്റോളിൽ കയറിയിട്ട് ബുക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു ഗൈസ്. അക്കൗണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ താണ്ട് ഈ മാമ കിടന്ന് വളയൊക്കെ ഇട്ട് എറിഞ്ഞ് കളിക്കുന്നുണ്ട്. അത് എനിക്ക് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു ഗൈസ്. ബൂസ്റ്റൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വാങ്ങിയില്ല. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഗൈസ് അത് ചൂടെടുത്ത് മരിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടില്ലേ. പൊറോട്ട വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുക. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഫുൾ അൽഫാമും വാങ്ങിച്ചൊരു 10 പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ആക്രാന്തം കാണിച്ച് തിന്നാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ എല്ലാം കൂടി തിന്ന് അവസാനം വയറ് നന്നെ തിന്നാൻ വയ്യാണ്ട് പിന്നെ അവസാനം എല്ലാം കൂടി വാരി പറക്കി പാഴ്സലാക്കി ഗൈസ്. അത് അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.